പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് കുറ്റി തറച്ചൊരു രാജ്യം ഇതുവരെ ഇല്ല. അതൊരു സാങ്കല്പിക രാജ്യമായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. അവർക്ക് പ്രധാനമന്ത്രി പ്രസിഡൻ്റൊക്കെ ഉണ്ടെങ്കിലും രാജ്യമില്ല. ഇതാണ് അവരുടെ അവസ്ഥ. ഇതിന് നമ്മൾ എന്ത് പഴിച്ചു, നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്. ഇവരുടെ പാലസ്തീൻ്റെ ശബ്ദം കേൾപ്പിക്കുന്ന വലിയൊരു മീഡിയ ശൃംഖലയാണ് അൽ ജസീറ. അൽ ജസീറ എടുത്തു നോക്കിക്കോ. അൽ ജസീറ ഈ പാലസ്തീന് വിരുദ്ധമാണ് ഇന്ത്യയുടെ ഈ പ്രവൃത്തി ഒന്നും അവർ പറയുന്നില്ല. അവർ ഭംഗിയായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട് ഇന്ത്യ എന്താണ് ശ്രമിക്കുന്നത്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള മതിലുകൾ അതിൻ്റെ എണ്ണം കുറച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞ് 2017 മോദി പ്രസംഗിച്ചിരുന്നുവെന്നും ഇപ്പോൾ അത് പ്രയോഗത്തിൽ വരുത്തി കാണിക്കുന്നു എന്നുമാണ് അൽ ജസീറയുടെ വിലയിരുത്തൽ. ഇത് കോൺഗ്രസ്സിന് ഇത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കോൺഗ്രസ്സിന് ഇപ്പോൾ എന്താ വേണ്ടേ? പ്രതിപക്ഷത്തിന് എന്താ വേണ്ടേ? പിണറായി വിജയൻ എന്താ വേണ്ടേ? ഇവർ ഒരു കാര്യവും മനസ്സിലാക്കാതെ ചുമ്മാ വിമർശിക്കുക. പാലസ്തീൻ എന്ന് കേൾക്കുമ്പോൾ രോമാഞ്ചം വരിക. ഈ അസുഖമൊക്കെ അവർ സ്വയം ചികിത്സിച്ച് മാറ്റേണ്ട സമയമായി. അതെ, ഈ സാങ്കേതിക സഹായത്തിൽ നമുക്കേറെ പ്രയോജനമുണ്ടായിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുള്ള. അത് ഈവൻ കാർഗിൽ യുദ്ധത്തിൽ പോലും നമുക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും സത്യമാണ്. അതൊന്നും പക്ഷേ വിമർശിക്കുന്നവർ അറിയുന്നില്ല എന്ന് വേണം കരുതാൻ. അതുപോലെ മറ്റ് യുദ്ധങ്ങളിലും ഇന്ത്യക്ക് സാങ്കേതിക സഹായം നൽകിയ രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ഇന്ത്യക്ക് എന്തുകൊണ്ടും ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുന്നതിൽ ഇസ്രായേൽ ഗുണം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് മാത്രം കണക്കിലാക്കാൻ മതി എന്ന് തന്നെയാണ് കരുതേണ്ടത്, അല്ലേ? ലിയോ, എൻ്റെ അറിവിൽ, ഞാൻ ഡോക്യുമെൻ്റ് കണ്ടിട്ടില്ല, എൻ്റെ അറിവിൽ 1948 ഇസ്രായേൽ നിലവിൽ വന്നപ്പോൾ അവരാദ്യം പാസാക്കിയ പ്രമേയം ഇന്ത്യക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു. കാരണം 2000 കൊല്ലം ഈ ജൂതന്മാരെ ലോകത്തെ സകല ജനങ്ങളും അവരെ വേട്ടയാടി. അവർക്ക് അഭയം കൊടുത്ത ഏക രാജ്യം ഭാരതമായിരുന്നു. അതെ, അതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ഇസ്രായേൽ എന്ന രാജ്യം നിലവിൽ വന്നത് വളരെ ചെറുതായിരുന്നു. പക്ഷെ നിലവിൽ വന്നത് 1948 അവരുടെ ആദ്യത്തെ പ്രമേയം നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രമേയമായിരുന്നു. അതിനുശേഷം അവർക്കെതിരായ എത്ര പ്രമേയങ്ങൾക്ക് യുണൈറ്റഡ് നേഷൻസിൽ നമ്മൾ വോട്ട് ചെയ്തു എന്നറിയാമോ? പക്ഷേ ഇസ്രായേൽ ഒരിക്കൽ പോലും നമ്മളോട് കറുത്തൊരു വാക്ക് പറഞ്ഞില്ല, മുഷിഞ്ഞ് സംസാരിച്ചില്ല, ഒരക്ഷരം വേണ്ടിയില്ല. ഭാരതം നിരന്തരം പാലസ്തീൻ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ വോട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇസ്രായേൽ അനങ്ങിയില്ല, ഒരു മോശം വാക്ക് പോലും പറഞ്ഞില്ല ഭാരതത്തെ പറ്റി. 1991 അവർ ഇവിടെ ഡൽഹിയിൽ നമ്മുടെ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വീട്ടിലാണ് ആദ്യമായിട്ട് വിസ ഒപ്പിടാനുള്ള ഒരു ഓഫീസ്, ഫുൾ ഫ്ലെഡ്ജ് എംബസി അല്ല, ഓഫീസ് തുടങ്ങിയത് അന്ന് MP ആയിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വീട്ടിലാണ്. അങ്ങനെ പണ്ട് മുതലേ ജനസംഘം ഒക്കെ പണ്ട് മുതലേ ഈ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അന്ന് ജനസംഘത്തിൻ്റെയോ ജനതാ പാർട്ടിയോ മറ്റോ എനിക്ക് ഇത് ഓർമ്മയില്ല, അതിൻ്റെ MP ആയിരുന്നു സ്വാമിയുടെ വീട്ടിലാണ് ഇത് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് പ്രത്യേകം എംബസി ബിൽഡിംഗ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് കൊടുത്തു. അവർ പിന്നെ ഫുൾ ഫ്ലെഡ്ജ് എംബസി ഇപ്പോൾ ഡൽഹിയിലുണ്ട്, പാലസ്തീൻ്റെ എംബസിയും ഉണ്ട്. നമുക്ക് ഈ രണ്ട് കൂട്ടരോടും വിരോധമില്ലല്ലോ, എന്തിനു നമ്മൾ വിരോധം വയ്ക്കണം? അതാണ്, അവർ തമ്മിൽ ശത്രുതയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തരുടെ അടുത്ത് നമ്മൾ ശത്രുവാകേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ സിമ്പിൾ ലോജിക്കാണ്. ലോകത്ത് ലോകരാജ്യങ്ങൾക്ക് സ്ഥിരമായ ശത്രുക്കളോ സ്ഥിരമായ മിത്രങ്ങളോ ഇല്ല, സ്ഥിരമായ താല്പര്യങ്ങളേ ഉള്ളൂ. നമ്മളുടെ താല്പര്യം സംരക്ഷിക്കാൻ ആരെയാണോ കൂട്ടുപിടിക്കേണ്ടത് അവരെ നമ്മൾ കൂട്ടുപിടിക്കും. അതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.